ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആരാണ് യഥാർത്ഥ അമ്മ. പണ്ടൊരു ഗ്രാമത്തിൽ ഒരമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കാടിനിക്കരെയുള്ളൊരു ഗ്രാമത്തിൽ പോകണമായിരുന്നു. അമ്മ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കാട്ടുവഴിയിലൂടെ നടന്നു. അമ്മ കുഞ്ഞിനെ ചെടികളെയും പൂക്കളെയും ഒക്കെ കാണിച്ചുകൊണ്ട് നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ അമ്മ ക്ഷീണിച്ചു. അപ്പോൾ അമ്മ ഒരു തടാകം കണ്ടു. അമ്മ കുഞ്ഞിനെ മരത്തണലിൽ കിടത്തിയിട്ട് തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടിച്ചിട്ട് വരുമ്പോൾ സുന്ദരിയായ യുവതി കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ കണ്ടു. അപ്പോൾ ആ യുവതി പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിന്നെ കണ്ടിട്ട് നല്ലോണം ക്ഷീണിച്ചത് കൂട്ടുണ്ടല്ലോ, നീ തടാകത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വരൂന്ന്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ തടാകത്തിൽ മുങ്ങി കുളിക്കാൻ പോയി. അപ്പോൾ യുവതി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദൂരേക്ക് പോയി. അമ്മ തടാകത്തിൽ മുങ്ങി കുളിച്ചിട്ട് വന്നപ്പോൾ യുവതിയെയും കുഞ്ഞിനെയും കാണാനില്ല. അമ്മയ്ക്ക് വെപ്രാളമായി. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ യുവതി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ദൂരേക്ക് പോകുന്നത് അമ്മ കണ്ടു. അപ്പോൾ അമ്മ ഓടി അവളുടെ പിന്നാലെ എത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ തിരികെ താ, എൻ്റെ കുഞ്ഞിനെ തിരികെ താ. അപ്പോൾ ആ യുവതി പറഞ്ഞു, നിന്റെ കുഞ്ഞോ, ഇത് എൻ്റെ കുഞ്ഞാണെന്ന്. അത് പറഞ്ഞവർ തർക്കത്തിലായി. അപ്പോൾ അതുവഴി കാട്ടുവാസികൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ തർക്കത്തിന് പരിഹാരം കണ്ടെത്താൻ നാം കാട്ടുമൂപ്പൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. അപ്പോൾ ആ കാട്ടുവാസികൾ അവരെയും കൂട്ടി കാട്ടുമൂപ്പൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കാട്ടുവാസികൾ കാട്ടുമൂപ്പനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കാട്ടുമൂപ്പൻ ചോദിച്ചു, ഇതിലാരാണ് കുഞ്ഞിൻ്റെ അമ്മ? അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ഞാനാണ് കുഞ്ഞിൻ്റെ അമ്മ, ഞാനാണ് കുഞ്ഞിൻ്റെ അമ്മ. അപ്പോൾ കാട്ടുമൂപ്പൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു ഉപായം ചെയ്യാം. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തു. ഒരാൾ കുഞ്ഞിൻ്റെ കാൽഭാഗവും മറ്റേ കുഞ്ഞിൻ്റെ തലഭാഗവും പിടിക്കും. ആന വലിക്കൂ. ആരുടെ ഭാഗത്തേക്കാണ് കുഞ്ഞ് വരുന്നത് അവളുടെ കുഞ്ഞായിരിക്കും ഇത്. ഇത് കേട്ട യുവതി കുഞ്ഞിൻ്റെ കാൽ പിടിച്ച് ആന വലിച്ചു. കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞിനെ അമ്മ തലോടിക്കൊണ്ട് പറഞ്ഞു, അരുത് അരുത്, എൻ്റെ കുഞ്ഞിനെ നോപ്പിക്കരുത്, ഈ കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തുള്ളൂ. അപ്പോൾ ആ യുവതി പറഞ്ഞു, കണ്ടില്ലേ, ഇവൾ തന്നെ സമ്മതിക്കുന്നു ഇതെൻ്റെ കുഞ്ഞാണെന്ന്. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോട്ടെ, ഞാനല്ല ഈ ഉപായത്തിൽ ജയിച്ചത് എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്തു. അപ്പോൾ ആ കാട്ടുമൂപ്പൻ പറഞ്ഞു, അല്ല, തൻ്റെ കുഞ്ഞിനെ പോലും വേദനിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ ഈ കുഞ്ഞിനെ ഇവൾക്ക് തന്നെ, നിനക്ക് തന്നെ തന്ന ഈ അമ്മയാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞ് കാട്ടുമൂപ്പൻ കുഞ്ഞിനെ ആ യുവതിയുടെ കയ്യിൽ നിന്നും യഥാർത്ഥ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് സന്തോഷമായി. അപ്പോൾ സുന്ദരിയായ യുവതിയുടെ രൂപം മാറി ഭയങ്കരയായ രാക്ഷസിയായി. അപ്പോൾ കാട്ടുമൂപ്പനും കാട്ടുവാസികളും നിന്നെ മേലിൽ ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ദൂരേക്ക് ഓടിച്ചു. പിന്നെ ആരും അവളെ ഇതുവരെ കണ്ടിട്ടില്ല. കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ നിന്നും ഒരു ഉപായം മനസ്സിലായില്ലേ? മാതൃസ്നേഹം മഹനീയമാണ്. മറ്റൊന്നിനും അതിനെ തകർക്കാനാവില്ല. നന്ദി, നമസ്കാരം.